ഞാൻ പറഞ്ഞല്ലോ, എനിക്കത് കൃത്യമായിട്ട് ഓർമ്മയില്ല. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമല്ലേ. അവിടെ ഒരു ചടങ്ങ് നടന്നു എന്ന് എനിക്കറിയാം. എന്ത് ചടങ്ങാണെന്ന് കൃത്യമായിട്ടൊന്നും ഞാൻ എഴുതി വെച്ചിട്ടൊന്നുമില്ല. ഒരുപക്ഷെ നിങ്ങൾക്ക് അന്വേഷിച്ചാൽ കണ്ടെത്താൻ പറ്റും. ഒന്നുകിൽ നിങ്ങൾ അന്വേഷിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കാലത്ത് എന്നെ പൈലറ്റ് ചെയ്തിട്ടുള്ള വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷൻ ഉണ്ട്, അവർക്ക് ആ ചടങ്ങിനെ സംബന്ധിച്ചുള്ള വിവരം അറിയാമായിരിക്കുമെന്ന് എൻ്റെ വിശ്വാസം. പോലീസിന് അറിയാമായിരിക്കും. ഞാനെൻ്റെ അന്ന് എന്നോടൊപ്പം ഉണ്ടായിരുന്ന ഗൺമാനോടും ചോദിച്ചു, ഒരു ചടങ്ങെന്നേ അയാൾക്കും അറിയാവൂ, എന്ത് ചടങ്ങെന്ന് അറിയില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ചെറിയ കുട്ടിയുടെ നൂലുകെട്ടോ 1ാം ജന്മദിനമോ ഏതോ അങ്ങനെയുള്ളൊരു ചടങ്ങാണ്, ഒരു കുട്ടിയുമായിട്ട് ബന്ധപ്പെട്ട ചടങ്ങാണ്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ട് ശരിക്കും തോറ്റുവിട്ട സകലരും തോറ്റു. സോണിയാഗാന്ധി തൊട്ട് നമ്മുടെ ഈ കടകംപള്ളി സുരേന്ദ്രൻ വരെയുള്ളവർ ആകെ വട്ടം തിരിഞ്ഞ് നട്ടം തിരിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി എന്ന് നാട്ടുകാരൊക്കെ അറിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ അദ്ദേഹം ഒരു കുട്ടിയുടെ നൂൽകെട്ടിനോ എന്താണെന്ന് ശരിക്കും ഓർമ്മ കിട്ടുന്നില്ല. പാവം പ്രായമായി ഇങ്ങനെ ഓർമ്മയില്ലാത്ത മനുഷ്യനെയൊക്കെ MLA മാരാക്കാവോ എന്നൊന്നും നിങ്ങൾ ചോദിച്ചു കളയരുത്. MLA ആണ് ഇപ്പോൾ, മുമ്പ് മന്ത്രിയായിരുന്നു. പഴയ കാലത്ത് പോയ ഒരു ചരിത്രമില്ലേ. ആ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിലൊക്കെ റിപ്പോർട്ട് ചെയ്താണ് അത്രേ പോയത്. പോലീസുകാർ അടമ്പടി വന്നിട്ടുണ്ട്. അപ്പോൾ അവരോട് ചോദിച്ചാൽ വിവരം കിട്ടുന്നാ പറഞ്ഞ്. അതനുസരിച്ച് നിങ്ങളൊന്ന് പോയി അന്വേഷിച്ച് നോക്കുമെന്നാ പറഞ്ഞ്. അവരന്വേഷിച്ചു കേട്ടോ. അപ്പോൾ കിട്ടിയ വിവരവും കൂടെ നമുക്കൊന്ന് ഈ മന്ത്രിയെ കേൾപ്പിച്ച് നോക്കാം. 7 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു ചടങ്ങിന്റെ കാര്യം എങ്ങനെയാണ് ഓർത്തു വെക്കുന്നത്? ഓർത്ത കാര്യം പറഞ്ഞു. ഒരു ചടങ്ങുണ്ടായിരുന്നു, ആ ചടങ്ങിനാണ് ക്ഷണിച്ചത്, അവിടുന്ന് ഭക്ഷണം കഴിച്ചു. ഇതെല്ലാം ഞാനിപ്പോൾ 10 പ്രാവശ്യം പോയെന്ന് പറഞ്ഞാൽ എനിക്കൊരു മടിയില്ല പറയാനായിട്ട്. കാര്യം എന്ന് വെച്ചാൽ എനിക്ക് അയാളുമായിട്ട് വേറെ ഒരു തരത്തിലുള്ള അനാവശ്യമായിട്ടുള്ള ശരിയല്ലാത്ത ഒരു ബന്ധവും എനിക്കില്ല. ഞാൻ പറഞ്ഞല്ലോ, 2025 മാധ്യമങ്ങളിൽ അദ്ദേഹത്തെ സംബന്ധിച്ച്, പോറ്റിയെ സംബന്ധിച്ച് ഇങ്ങനൊരു വാർത്ത പുറത്തു വിടുന്നത് വരെ ശബരിമലയിൽ ഞാൻ കാണുന്ന പോറ്റി എന്ന് പറയുന്നത് വളരെ അയ്യപ്പ ഭഗവാനോട് ചേർന്ന് നിൽക്കുന്ന ശരിയായിട്ടുള്ള ഒരു ഭക്തൻ എന്നുള്ള നിലയിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. എന്റെ മാധ്യമ പ്രവർത്തകരെ, ഇത്രയും നിഷ്കളങ്കനായ ഒരു മനുഷ്യനെ നിങ്ങൾ സംശയിക്കാൻ പാടില്ല. അദ്ദേഹം 10 തവണ പോയിട്ടുണ്ടെങ്കിൽ തുറന്നു പറഞ്ഞേനെന്നാ പറയുന്നത്. ഒരു തവണ പോയിട്ടുണ്ട്. അത് കുട്ടിയാണോ വയസ്സനാണോ അതൊന്നും അദ്ദേഹം ഓർക്കുന്നില്ല. ഒരു ചടങ്ങിന് പോയി, അത്രയോ ഓർമ്മയുള്ളൂ. നമ്മളെങ്ങനെയെങ്കിലും ഏതെങ്കിലുമൊക്കെ ഒരു വീട്ടിൽ വല്ലപ്പോഴും ഒരു തവണ പോയിട്ടുണ്ടെങ്കിൽ സാധാരണഗതിയിൽ നമ്മൾ മറക്കില്ല എന്ത് ചടങ്ങിനാ പോയെന്നൊക്കെ ഓർത്ത് വെക്കുമെന്നൊക്കെ നിങ്ങൾക്ക് വാദിച്ചു നോക്കാം. ഒരു വയസ്സായ ആളുടെ ഒരു ചടങ്ങിന് പോകുന്നതും ഒരു കുട്ടിയുടെ ചടങ്ങിന് പോകുന്നതൊക്കെ അത്ര വേഗം മറന്നു പോകുന്ന ഓപ്പർച്യൂണിറ്റിയാണോ അല്ലെങ്കിൽ ഒരു അവസരമാണോ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് സംശയം പ്രകടിപ്പിക്കാം. പക്ഷെ അദ്ദേഹത്തിന് ഓർമ്മയില്ല. നിഷ്കളങ്കനാണ്, വളരെ പാവമാണ്. കയ്യിൽ ചിലപ്പോൾ ചില ചിത്രങ്ങൾ ഉണ്ടാവില്ലേ, എന്നാൽ പിന്നെ അതും കൂടെ ഒന്ന് കാണിച്ചു കൊടുത്തു നോക്കാം നമുക്ക്. ഞാൻ സ്വകാര്യമായിട്ട് പോയിട്ടുള്ളതല്ല, രഹസ്യമായിട്ട് പോയിട്ടുള്ളതല്ല. ഞാൻ മന്ത്രി എന്നുള്ള നിലയിൽ മന്ത്രി സഞ്ചരിക്കുന്ന വാഹനത്തിൽ എന്റെ ഗൺമാനോടൊപ്പം പോയിട്ടുള്ളതാണ്. എനിക്ക് ആ സന്ദർഭത്തിൽ 3 ഗൺമാന്മാരുണ്ടായിരുന്നു. ഞാൻ 3 പേരോടും ചോദിച്ചു, ഈ ഒരു പ്രാവശ്യം ഒന്നിലധികം പ്രാവശ്യം യഥാർത്ഥത്തിൽ പോയിട്ടുണ്ടെങ്കിൽ പോയിട്ടെന്ന് പറയാൻ എനിക്കെന്ത് മടി? എനിക്കൊരു കാര്യം അവിടെ ഒരു ഫംഗ്ഷന് പോയതാണെന്ന് പറഞ്ഞിരുന്നല്ലോ. ഞാൻ പറയട്ടെ, ഒരു പ്രാവശ്യം പോയത് ഒന്നിലധികം പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിൽ പോയിട്ടെന്ന് പറയുന്നതിൽ എനിക്കൊരു മടിയുമില്ല. ഞാൻ എന്റെ ഗൺമാന്മാരോട് ചോദിച്ചു, എനിക്കിനി ഓർമ്മ പ്രശ്നം വന്നിട്ടുള്ളതാണ് സംശയം. അവർ പറഞ്ഞു, അവർ 3 പേരോടും ഞാൻ ചോദിച്ചു. അതിൽ സാബു എന്ന് പറയുന്നതായിട്ടുള്ള ഗൺമാനായിരുന്നു ആ ദിവസം എന്നോടൊപ്പം അവിടെ ഉണ്ടായിരുന്നത്. അദ്ദേഹം പറഞ്ഞു ഒരു പ്രാവശ്യം പോയിട്ട് അവിടെ എന്തൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ഞാൻ ഇന്നലെ പറഞ്ഞത് ഒരു ഫംഗ്ഷന്റെ കാര്യം ഞാൻ പറഞ്ഞു. കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് കൃത്യമായിട്ടുള്ള ബോധ്യമില്ല, ഏതൊരു കുട്ടിയുടെ ഫംഗ്ഷൻ ആണെന്നാണ് ഞാൻ ധരിച്ചതെന്നാണ് ഞാൻ പറഞ്ഞത്. ഇന്നിപ്പോ റിപ്പോർട്ടർ ചാനൽ പുറത്തുവിട്ടിട്ടുള്ള ആ ഒരു സംഗതി കണ്ടപ്പോഴാണ് എനിക്ക് ബോധ്യമായത് കുട്ടിയുടെ ഫംഗ്ഷൻ അല്ല, അവിടുത്തെ കുട്ടിയുടെ അപ്പൂപ്പന്റെ അല്ലെന്നുണ്ടെങ്കിൽ പോറ്റിയുടെ അച്ഛൻ പോറ്റിയുടെ എന്തോ തരത്തിലോ, ഒന്നുകിൽ സപ്തതിയാകാം, അല്ലെങ്കിൽ 84 വയസ്സാകാം, അല്ലെങ്കിൽ നവതിയാകാം, എനിക്ക് അതും കൃത്യമായിട്ട് അറിയാല്ല. ആ ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് പോയത്. ആ സന്ദർഭത്തിലാണ് ഫംഗ്ഷൻ കഴിഞ്ഞിട്ടാണ് ഞാൻ എത്തുന്നത്. ഞാൻ ഒരു ഉപഹാരം കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്, ഫ്രൂട്ട്സ് ഒക്കെ അടങ്ങുന്നതായിട്ടുള്ള സാധനമാണ്. ഞാനതൊന്നും മേടിച്ചോട്ട് പോയിട്ടുള്ളതല്ല. അവിടെ വാങ്ങി വെച്ചിരുന്നത് ഞാൻ എടുത്ത് കൊടുത്തതായിരിക്കാനാണ് സാധ്യത. അല്ലാതെ ഞാൻ ഫ്രൂട്ട്സ് മേടിച്ചിട്ട് ഒരു ഫംഗ്ഷൻ ഒരിടത്തും ഇന്നുവരെ എന്റെ ജീവിതത്തിൽ ഞാൻ പോയിട്ടില്ല. ഫ്രൂട്ട്സ് മേടിച്ചുകൊണ്ട് ഒരിടത്തും ഞാൻ പോയിട്ടില്ല. ഈ റിപ്പോർട്ടർ ചാനലിനെ കൊണ്ട് തോറ്റു. അവർ ഈ തെളിവുകൾ തേടി പിന്നാലെ പോയി റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ട് അവർ പരക്കം പായാണ്. ഇതിനൊക്കെ മറുപടി പറഞ്ഞല്ലേ പറ്റൂ. അപ്പോഴേക്ക് ചിത്രമായിട്ട് റെഡിയാണ്. പുള്ളിയുടെ വീട്ടിൽ പോയി അങ്ങനെ അപ്പൂപ്പൻ പോറ്റിക്ക് ഒരു പ്രസന്റേഷൻ കൊടുക്കുകയാണ്. പുള്ളി വാങ്ങിച്ചുകൊണ്ട് പോയതൊന്നല്ല, കടകംപള്ളി സാറ് വാങ്ങിച്ചുകൊണ്ട് പോയതല്ല, ആരോ അവിടെ വാങ്ങി വെച്ചിരുന്നു അത്രേ. മന്ത്രി വരുന്നു എന്ന് പറഞ്ഞ് മന്ത്രിക്ക് ഒരു പ്രസന്റേഷൻ മന്ത്രിയെ കൊണ്ട് കൊടുപ്പിക്കണം എന്ന് പറഞ്ഞ് ആരോ അവിടെ വാങ്ങി വെച്ചത് ഈ മന്ത്രി എടുത്തുകൊണ്ടുപോയി എന്നാണ്. മന്ത്രിക്ക് അങ്ങനെ ഒരു പതിവേ ഇല്ല, ആപ്പിളൊന്നും വാങ്ങിക്കൊണ്ടു പോകുന്ന ഒരു പതിവേ ഇല്ല. അത് എന്താണെന്ന് പോലും മന്ത്രിക്ക് അറിയില്ല.
അപ്പോൾ സോണിയാഗാന്ധിയുടെ അവിടെ കൊടുത്തതിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളതൊക്കെ CPM-കാർ ചോദിക്കുമ്പോൾ ഇനി ശ്രദ്ധിക്കണം. അപ്പോൾ ഇദ്ദേഹം കൊടുത്തത് എന്താണെന്നുള്ളത് ഇദ്ദേഹത്തിന് അറിയില്ല എന്നാണ് പറയുന്നത്. നാളെ ഇനി കോൺഗ്രസ്സുകാരും പറയാൻ പോണത് അതായിരിക്കും. അതിനകത്തുള്ളത് എന്താണെന്ന് അവർക്കും അറിയില്ല. മൊത്തത്തിൽ ആകെ ഇതൊരു അഴകുഴമ്പം പരിപാടിയായി തീർന്നിട്ടുണ്ട്. മൊത്തത്തിൽ എൻ്റെ ഉണ്ണികൃഷ്ണൻ പോയിട്ട് നിങ്ങളാകെ ഈ മലയാളികളെ വട്ടം ചുറ്റുകയാണ് കേട്ടോ. ഞങ്ങൾക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. ഇത് നിങ്ങൾ എവിടെ കൊണ്ടെത്തിക്കും എൻ്റെ അയ്യപ്പ? ഇതിനെല്ലാം കൂടെ ഒരു വഴി കാണിച്ചു തരണേ എന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പോഴത്തെ ഈ വിവാദത്തിന് തിരികൊളുത്തിയ ഒരാളുണ്ട് കേട്ടോ. അത് പോറ്റിയുടെ അയൽക്കാരനായ ഒരു സുഹൃത്താണ്. തൊട്ട അയൽക്കാരൻ ഈ പണി പറ്റിക്കുന്നുള്ളത് ഈ അയൽക്കാരൻ പോലും വിചാരിച്ചില്ല. റിപ്പോർട്ടർ ചാനലുകാരൻ അതൊരു വഞ്ചന ചെയ്തു എന്നും അതിന് മാപ്പില്ല എന്നും കൂടെ അദ്ദേഹം പറയണതും കൂടെ കേട്ടിട്ട് നമുക്കിതോടെ അവസാനിപ്പിക്കാം. നമ്മൾ മലയാളികൾ സത്യത്തിൽ തോറ്റുപോയി എന്നല്ലാണ്ട് മറ്റെന്ത് പറയാൻ. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കുടുംബമൊക്കെ പണ്ട് മുതലേ കോൺഗ്രസ്സാണ്. പിന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും കോൺഗ്രസ്സുകാരനാണ്. ആണല്ലേ? പോറ്റി കോൺഗ്രസ്സുകാരനാണല്ലേ? പോറ്റിയുടെ കുടുംബം കോൺഗ്രസ് ആണല്ലോ. അയ്യോ, ഇത് പെട്ടുപോയല്ലോ. ഇപ്പം ഈ തോതിൽ കടകംപള്ളി രക്ഷപ്പെട്ടു പോവുമോ? ഈ പോറ്റിക്ക് കോൺഗ്രസ് ബന്ധമുണ്ടെന്നുള്ളത് ഇത്രയും ഓപ്പണായി അയൽക്കാരൻ തന്നെ സമ്മതിക്കുന്ന സ്ഥിതിക്ക് ഇത് സംഗതി ആകെ ടിസ്റ്റാകുമോ? എൻ്റെ പൊന്നയ്യപ്പ, ഇത് ഒരു എത്തും പിടി വീണ്ടും കൺഫ്യൂഷനാണല്ലോ. ശരി, എന്നാലും ബാക്കി കൂടെ നമുക്ക് കേട്ടു നോക്കാം. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇപ്പോഴത്തെ കാലത്ത് അവൻ എല്ലാവരുമായും ബന്ധമാണ്. എല്ലാ രാഷ്ട്രീയക്കാരുമായും ബന്ധമുണ്ട്. പിന്നെ എല്ലാ രാഷ്ട്രീയക്കാരും വരാറുണ്ട്, പോയാറുണ്ട്. ഞാൻ ഈ റിപ്പോർട്ടർ ചാനലിൽ യഥാർത്ഥ സത്യം അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഞാൻ പ്രയാർ ഗോപാലകൃഷ്ണൻ വരുന്ന കണ്ടിട്ടുണ്ട്, അടൂർ പ്രകാശ് വരുന്ന കണ്ടിട്ടുണ്ട്, പിന്നെ ഈ കടകംപള്ളി സുരേന്ദ്രൻ വന്നു. കടകംപള്ളി സുരേന്ദ്രൻ പിന്നെ സാധാരണ ഗൺമാനോടുകൂടിയാണ് വന്നത്. ഗൺമാനോടുകൂടി വന്നു. പിന്നെ ഈ ഒരു ദിവസം വൈകുന്നേരത്ത് വന്നിട്ട് അപ്പം തന്നെ പോയി, ഉച്ചയ്ക്ക് വന്ന് ആഹാരവും കഴിച്ചിട്ടാണ് പോയത്. അതിപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ തന്നെ പിന്നെ സമ്മതിച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഒരു ദുഷ്ടലാക്കും ഇല്ലായിരുന്നു. ഞാനൊരു സത്യം അങ്ങ് പറഞ്ഞു പോയി, ഇത്രയേ ഉള്ളൂ. അതിന് എന്നെ ഇത്രയും ക്രൂശിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഈ റിപ്പോർട്ടർ ചാനലിൽ യഥാർത്ഥത്തിൽ നല്ല പ്രവൃത്തിയല്ല അവർ കാണിച്ചത്. അവരെ മര്യാദകളാണ് അവർ കാണിച്ചത്. അവർക്ക് പിന്നെ അതിനും യഥാർത്ഥ മാപ്പ് പറയാൻ പോലും അവർക്ക് അവകാശമില്ല, മാപ്പില്ല. ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ പറഞ്ഞതല്ല. ഈ കടകംപള്ളി സുരേന്ദ്രൻ വന്നു എന്ന് പറഞ്ഞാൽ സുരേന്ദ്രൻ തന്നെ സമ്മതിച്ചു. അങ്ങനെ ഈ രാഷ്ട്രീയ തമാശകളടുത്ത എലക്ഷൻ വരെ എന്തായാലും അനശ്യൂതം തുടരുന്നതാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം നമുക്കിവിടെ നിർത്താം. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയവുമായി മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരെ താങ്ക് യു.